ആചാരി തിരുവത്ര എന്ന പേര് കേൾക്കാത്ത റേഡിയോ ശ്രോതാക്കൾ ഉണ്ടാകില്ല. റേഡിയോ നിലയങ്ങളിലേക്ക് ആചാരി തിരുവത്ര എന്ന മോഹൻദാസ് കത്തുകൾ അയക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. ജൻവാണി 90.8 MHz കമ്മ്യൂണിറ്റി FM റേഡിയോ പാനൂർ, കണ്ണൂർ. ഇന്നത്തെ അതിഥി ആചാരി തിരുവത്രയുൾപ്പെടെ എല്ലാ ശ്രോതാക്കൾക്കും ഉച്ചപ്പാട്ട് പരിപാടിയിലേക്ക് സാദരം. തിരുവത്ര കുഞ്ചേരി സ്വദേശിയായ ആചാരി തിരുവത്ര 13-ാം വയസ്സ് മുതലാണ് റേഡിയോ നിലയങ്ങളിലേക്ക് കത്തുകൾ അയക്കാൻ തുടങ്ങിയത്. റേഡിയോ പങ്ക്തികളായ നിങ്ങളുടെ കത്തുകളിലും എഴുത്തുപെട്ടിയിലും ഇദ്ദേഹത്തിന്റെ പേര് നിരന്തരം കേൾക്കാം. ഇത്രയും വർഷം കൊണ്ട് 40,000-ൽ പരം കത്തുകൾ ആകാശവാണിയുടെ വിവിധ ശാഖകളിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ആചാരി പറയുന്നു. ഈ 13-ാമത്തെ വയസ്സിൽ റേഡിയോ ഒക്കെ തുടങ്ങിയത് അതൊരു എന്തെന്നാ പറയുക, അതൊരു ഭയങ്കര അനുഭവമുള്ളൊരു കാര്യമാണത്. കാരണം അന്ന് എൻ്റെ വീട്ടിൽ റേഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ അയൽ വീടുകളിൽ പോയിട്ടായിരുന്നു ഞാൻ റേഡിയോ പരിപാടികൾ കേട്ടിരുന്നത്. ഈ എൻ്റെ റേഡിയോ ഭ്രമം കണ്ട് എൻ്റെ മാതാപിതാക്കൾ അന്ന് എനിക്കൊരു റേഡിയോ വാങ്ങിച്ചു തന്നു, മർഫി റേഡിയോ. അന്ന് മുതൽ ഞാൻ റേഡിയോയുടെ ആരാധകനാണ്. ഇപ്പോൾ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഞാൻ ആകാശവാണി പരിപാടികൾ കേൾക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ ആകാശവാണിയുടെ പരിപാടികൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും മകളും കൂടി റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അന്ന് അത് കേട്ടിട്ടെങ്കിലും ഞാൻ എഴുതും. ഞാനിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഒരു പോക്കറ്റ് റേഡിയോ എൻ്റെ കയ്യിലുണ്ടാവും. ആ പോക്കറ്റ് റേഡിയോയിലെ പരിപാടികൾ കേട്ട് ഞാൻ ഒരിക്കലും പരിപാടി കേൾക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പരിപാടികൾ കേട്ട് എല്ലാ ദിവസവും ഞാൻ റേഡിയോയിലേക്ക് കത്തയക്കാറുണ്ട്. ആകാശവാണിയുടെ തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്, മഞ്ചേരി, കണ്ണൂർ, ദേവികുളം, കൊച്ചി നിലയങ്ങളുമായി നല്ല ബന്ധമാണ്. എല്ലാ റേഡിയോ പരിപാടികളും സ്ഥിരമായി കേൾക്കും. പല പരിപാടികളിലും സ്റ്റുഡിയോയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഒരു പോക്കറ്റ് റേഡിയോയാണ് ആചാരിയുടെ സന്തത സഹചാരി. ജോലിയുടെ ഇടവേളകളിൽ റേഡിയോ പരിപാടികൾ ആസ്വദിക്കും. ഓരോ ദിവസത്തെയും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ എഴുതിക്കഴിഞ്ഞു മാത്രമേ ഉറങ്ങാറുള്ളൂ. കഥാകൃത്ത്, കവി, ഗായകൻ, നടൻ, നിരൂപകൻ എന്നീ നിലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഈ 63-കാരൻ. TCV ന്യൂസ്, ചാവക്കാട്.